നമസ്കാരം. കാസർഗോഡിലെ 15-കാരിയുടെയും 42-കാരന്റെയും മരണം, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് ഇരുവരും എങ്ങനെയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടത്, അതോ ഇതൊരു കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ഒരു സൈഡിൽ ശക്തമാണ്. അപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുറത്തുവരുന്ന വിവരങ്ങൾ മരണത്തിലെ കാരണം വ്യക്തമാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പരിയാരം മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ സർജന്റെ നേതൃത്വത്തിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. അദ്ദേഹത്തിന്റെ കാലപ്പഴക്കവും മരണകാരണവും ഒക്കെ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവൂ. ഈ ഒരു മൃതദേഹങ്ങൾക്ക് എത്ര ദിവസത്തെ പഴക്കമുണ്ട് എന്നത് അറിയേണ്ടതാണ്. നിലവിൽ 1.5 ആഴ്ചത്തെ പഴക്കം എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം മനസ്സിലാകത്തുള്ളൂ. പിന്നെ DNA പരിശോധന അടക്കമുള്ള DNA പരിശോധനയുടെ നടപടികളൊക്കെ പൂർത്തിയാക്കും. DNA പരിശോധന ശരിക്കും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയാണ് മരിച്ചതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു മൃതദേഹമായിരുന്നത്. അദ്ദേഹം ജീർണിച്ച അവസ്ഥയിലാണ്. അപ്പൊ ആ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയാൻ തീർച്ചയായും DNA പരിശോധന നടത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതില് നാട്ടുകാരൊക്കെ പലതരത്തില് പല വ്യൂഹങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഈ 28 ദിവസം ഇവര് പരിശോധന നടത്തിയിട്ടും അല്ലെങ്കിൽ 26 ദിവസം പരിശോധന നടത്തിയിട്ടും കാണാത്ത മൃതദേഹങ്ങളാണ് പെട്ടെന്നൊരു ദിവസം ഈ പോലീസ് അന്വേഷണത്തിനിടെ കണ്ടെത്തുന്നത്. അത് നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നിട്ട് പരിശോധന നടത്തി. ആ സമയത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഗ്രൗണ്ടിന് സമീപം ആൾക്കാരൊക്കെ വന്നു പോകാറുണ്ട്. അപ്പോ ആ വന്നു പോകാറുള്ളപ്പോ പോലും എന്തുകൊണ്ട് ഈ അക്കേഷ്യ മരത്തിൽ തൂങ്ങി മരിച്ച 2 മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ആ 2 മൃതദേഹങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല? അതൊരു വലിയൊരു ചോദ്യമാണ്. അത് മാത്രമല്ല, പിന്നെ എന്താ പറയാ, ഇവരുടെ മൃതദേഹങ്ങൾക്ക് സമീപത്ത് തന്നെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. അപ്പൊ ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുമ്പോൾ അതിന്റെ ഡിസ്പ്ലേയിൽ തന്നെ ഒരു ചില്ല് പൊട്ടിയത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതൊക്കെ തന്നെ ഒരു ടൈമിൽ, അതായത് ഈ ഒരു ടൈമിൽ പൊട്ടിയതാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം അത് നേരത്തെ പൊട്ടിയതാണെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ പഴകിയ പൊട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം അഴുക്ക് കയറിയും പൊടികൾ കയറിയും ഒക്കെ ആ ഒരു ഭാഗത്തൊരു അടയാളം ഉണ്ടാവും. പക്ഷെ ഇത് ആ ഡിസ്പ്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതായത് എന്തോ ഒരു കല്ല് കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തോ ഉപയോഗിച്ച് അതിലൊരു അടി കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ ഈ കല്ലുകൊണ്ടുള്ള ഒരു വീഴ്ച, അതല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കല്ലിലൊക്കെ വീണ് ആ ഫോണ് പൊട്ടിയിട്ടുണ്ട്. അതാണ് ആ സമീപത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഒരു കിറ്റ്കാറ്റിന്റെ പാക്കറ്റും അതിന്റെ അടുത്ത് നിന്ന് കിട്ടി, ഒരു കത്തി കിട്ടി. പിന്നെ അത് മാത്രമല്ല, ഈ അക്കേഷ്യ മരം നമുക്കറിയാം, ആ ഇലകളൊക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ നമ്മളെ എന്ത് സാധനം ഇട്ടാലും അത് മേൽഭാഗത്ത് തന്നെ കിടക്കും. പ്രത്യേകിച്ച് ഒരു പൊട്ടലോ മറ്റു സംഭവങ്ങളൊന്നും കാണില്ല. പക്ഷെ ഇവിടെ ഈ ഫോണിനകത്ത് ഈ വന്നിരിക്കുന്ന പൊട്ടൽ, അത് അക്കേഷ്യ മരത്തിന്റെ ആ ഒരു ഭാഗത്ത് എങ്ങനെ ഇത്തരത്തിലൊരു പൊട്ടൽ വന്നു എന്നുള്ളതൊരു സംശയകരമാണ്. അത് അവിടുത്തെ ആൾക്കാരും പ്രകടിപ്പിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കും ഈ ഫോൺ പൊട്ടിയതെന്നൊക്കെ. അപ്പൊ ഈ എന്താ പറയാ, ഒരു ആഘാതം ആ ഫോണിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്ത് സംഭവമാണ് അവിടെ നടന്നത് എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, ഇത് ഒരു ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുള്ള പരിശോധനകൾ ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ മൃതദേഹങ്ങള്. 200 മീറ്റർ മാറിയാണ്, പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് നിന്ന് 200 മീറ്റർ മാറിയാണ് ഈ മൃതദേഹങ്ങളെ കണ്ടെത്തിയത്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താത്ത മൃതദേഹങ്ങള് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ നിഴലിക്കുന്നുണ്ട്. ഡ്രോൺ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ഈ ഡ്രോൺ പരിശോധനയിൽ പോലും ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് മാത്രം, അത് 90 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു എന്താ പറയാ, ഒരു പ്രദേശമാണ്, ഒരു കാടാണ്. അപ്പോ അവിടെ ഈ ചിലപ്പോ അക്കേഷ്യ മരങ്ങൾ ഈ ഉയർന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി കണ്ടെത്താൻ സാധിക്കാത്തത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പോയിന്റിൽ ഇവര് ശരിക്കും പറഞ്ഞാൽ വ്യാപകമായ ഒരു തിരച്ചില് നടത്തിയിട്ടില്ല എന്നാണ് പോലീസ് പോലും സമ്മതിക്കുന്നത്. അപ്പോ ഒരു എന്താ പറയാ, ശരീരം ജീർണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ദുർഗന്ധം വമിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഈ ദുർഗന്ധം വമിക്കാത്തതിനെ കുറിച്ച് ഇപ്പൊ കുറച്ച് റീസൺസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനെന്താ പറയുക? ശരിക്കും ഈ ഒരു ദുർഗന്ധം പോലും ആർക്കും അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ചെറിയ രീതിയിലുള്ള ദുർഗന്ധം ഉണ്ടായിരുന്നത് ഈ സമീപത്തൊരു കോഴി ഫാം ഉണ്ട്. അപ്പോ ഇവിടെ നിന്നുള്ള ദുർഗന്ധം, കോഴി ഫാമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദുർഗന്ധം എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ ഇവിടെ നിന്നുള്ള ദുർഗന്ധം കാരണം മൃതദേഹം അഴുകിയത്, അതായത് മൃതദേഹം അഴുകിയതിന്റെ സ്മെല്ലാണോ അതോ ഇനി കോഴി ഫാമിന്റെ സ്മെല്ലാണോ, അങ്ങനെ ഒരു തിരിച്ചറിവ് വരാൻ പറ്റാതെ പോയി. അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പിന്നെ പരിസരത്തെ വീടുകളിലൊക്കെ അസ്വാഭാവിക മരണം വരുന്നു എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മണമൊന്നും ഇല്ല എന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് ശരിക്കും കാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക. ആ ഒരു നാട്ടുകാരുടെ ഒരു പ്രതികരണം കൊണ്ടാണ് കാട്ടിലേക്ക് ഒരു അന്വേഷണം പോയത്. എന്തായാലും കാട്ടിൽ നടത്തിയ
ഒരു അന്വേഷണത്തിലാണ് ശരിക്കും ഇവരുടെ മൃതദേഹമൊക്കെ കണ്ടെത്തിയത്. മാത്രമല്ല ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 42-കാരന് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അല്ലെ, ഡ്രൈവർ ജോലിക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അച്ഛന്റെ ഞാൻ പറഞ്ഞില്ല, അച്ഛന്റെ രോഗാവസ്ഥയിലൊക്കെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനായിട്ട് ഈ വീട്ടിലേക്ക് വേണ്ടി ചില സഹായങ്ങളൊക്കെ എത്തിച്ചിരുന്നതും ഒക്കെ ഈ പ്രദീപ് തന്നെയാണ്. അപ്പം എപ്പോ വേണമെങ്കിലും പ്രദീപിന് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഫെബ്രുവരി 12-നാണ് രണ്ടുപേരെയും സെയിം ഡേറ്റിലാണ് രണ്ടുപേരെയും കാണാതായിരിക്കുന്നത്. അപ്പൊ ഈ പരാതി കിട്ടിയപ്പോൾ തന്നെ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് തന്നെ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ രണ്ടാളും ഫോൺ ഇവിടെ ഉപേക്ഷിച്ച് കർണാടകയിലും മറ്റുള്ള ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടുണ്ടാകാം എന്നായിരുന്നു കുടുംബാംഗങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ തുടക്കത്തിൽ നിലനിന്നിരുന്ന ചില സംശയങ്ങൾ, കർണാടകയിൽ ഒരു ബന്ധുവുണ്ട്, ആ ബന്ധുവിന് ഇവർ ഒരുപാട് ചിത്രങ്ങൾ 92ഓളം ചിത്രങ്ങൾ ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ തൊട്ട് മുമ്പുള്ള ചിത്രങ്ങളൊക്കെയാണ്. അതും പല പല സ്ഥലങ്ങളിൽ പല സമയത്തുള്ള ചിത്രങ്ങളൊക്കെയാണ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ കർണാടകയിലെ ബന്ധുവിന് അത് എന്തിനു അയച്ചു ഇത് എന്നൊരു സംശയം ഇവിടെ ബാക്കിയാവുന്നുണ്ട്. അപ്പോ ഈ കർണാടകയിലേക്ക് പോയതാകാം, മറിച്ച് മുംബൈയിലേക്ക് പോയതാകാം എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ പല സംശയങ്ങളും ഇങ്ങനെ നിലനിന്നിരുന്നു. അതിനിടയിൽ അന്വേഷണം പോലീസ് ഉഴപ്പി എന്ന ഒരു ആരോപണമൊക്കെ ശക്തമാകുന്നു. അങ്ങനെ അല്പം ഒരു ലാഗ് ഈ ഒരു സംഭവത്തിൽ വന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതൊരു വീഴ്ചയായിട്ട് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല ഈ ഡ്രോൺ പരിശോധനയിൽ പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതും അതെന്തുകൊണ്ട് സാധിച്ചില്ല എന്നതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഈ കാട്ടിലും പുഴയിലും ഒക്കെ വലിയ രീതിയിലുള്ള പരിശോധനയായിരുന്നു ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടന്നത് അല്ലെ. അപ്പോ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഈ ഒരു മരണം ശരിക്കും ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലും കാര്യങ്ങളുണ്ട്. കാരണം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാം എന്നൊരു സാധ്യത ഇവിടെ തള്ളിക്കളയാനാകില്ല. അല്ല, അതിനുള്ള ഏറ്റവും വലിയ ആ ഒരു സംശയമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്ന ആ ഫോണിലെ ആ ഒരു എന്താ പറയാ പൊട്ടിയതുപോലുള്ള കുറച്ച് ഭാഗങ്ങൾ. എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു? അത് മാത്രമല്ല, ഇനി ഈ പറയുന്നത് പ്രദീപ് പെൺകുട്ടിയെ ആക്രമിച്ചു ശേഷം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തൂങ്ങി മരിച്ചതോ അങ്ങനെ എന്തെങ്കിലും, അതല്ലെന്നുണ്ടെങ്കിൽ ഇരുവരും ഉള്ളത് മറ്റാരെങ്കിലും മനസ്സിലാക്കി മറ്റൊരിടത്ത് വെച്ച് കൊലപാതകം നടത്തിയ ശേഷം രണ്ടുപേരും കെട്ടിത്തൂക്കി, അങ്ങനെ പല സംശയങ്ങളാണ് നാട്ടുകാരൊക്കെ പ്രകടിപ്പിക്കുന്നത്. ശരിക്കും അവരാരും എന്താ പറയാ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കണം എന്ന് ആഗ്രഹിച്ചവരല്ല. തീർച്ചയായിട്ടും ഇരുവരെയും കണ്ടെത്തണം എന്ന് ആഗ്രഹിച്ചു നടന്ന പ്രദേശവാസികളാണ് അവിടെ ഉള്ളവരൊക്കെ തന്നെ. പിന്നെ ഇന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതനുസരിച്ച് ഈ അച്ഛൻ ഒരുപാട് ശ്രമം, അതായത് അന്ന് മുതൽ മകളെ കാണാതായ ആ ദിവസം മുതൽ പല രീതിയിൽ നിയമപരമായിട്ട് അദ്ദേഹം ഓടി നടന്ന്, അതായത് ഈ പോലീസ് അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ അന്വേഷണ സംഘത്തെ മാറ്റി മറ്റൊരു രീതിയിൽ അന്വേഷണം വേണം, മറ്റൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്തോ ആവശ്യപ്പെട്ടു തോന്നാം, അത്തരത്തില് ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെ ആ പിതാവ് അലഞ്ഞു ശരിക്കും ഈ നിയമ സംവിധാനങ്ങൾക്ക് പിന്നാലെ മകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇത്രയും ദിവസം ആ പിതാവ് ഓടി നടന്ന് പല വഴികളും പല മാർഗങ്ങൾ ആ പിതാവ് തേടുന്ന കാഴ്ചയൊക്കെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ ഒരു മകളെ ജീവനോടെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ ഒരു പിതാവ് അലഞ്ഞ ആ ഒരു അലയില് പക്ഷെ പ്രതീക്ഷകളൊക്കെ വിഫലമായി പോയി അല്ലെ. തീർച്ചയായും കുറച്ചുകൂടി ഒരു തുടക്കത്തിൽ തന്നെ ഒരു അധികൃതർ വേണ്ട രീതിയിൽ ഒരു പോലീസിന്റെ അനാസ്ഥ ഇവിടെ 100% ഉറപ്പാണ്. കാരണം എന്തുകൊണ്ട് ഇവര് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം അവിടെ പുരോഗമിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ചിലപ്പോ എന്താ 1.5 ആഴ്ചത്തെ പഴക്കമാണ് ഈ മൃതദേഹങ്ങൾക്കുള്ളതെന്ന് പറയുമ്പോൾ ഇവരെ സഹായിച്ചത് ആരാണ്? ആ ഒരു ഇത്രയും ആളുകൾ വന്നു പോകുന്നു, അന്വേഷണം നടക്കുന്നു, എന്ത് വിധത്തിലായിരുന്നാലും ആ ഒരു ലൊക്കാലിറ്റിയിൽ ആളുകൾ കണ്ടുമുട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് ഒന്നുകിലും മറ്റൊരാളുടെ സഹായം ഇതിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ മൃതദേഹങ്ങൾ കണ്ടെത്തി? അതുവരെയും കണ്ടെത്താതെ ആ പരിശ്രമങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോഴൊന്നും ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് എങ്ങനെ ആ മൃതദേഹങ്ങൾ അവിടെ വന്നു? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു മൂന്നാമന്റെ ഒരു കൈ ഇതിലുണ്ട് എന്ന് നമുക്ക് ചിലപ്പോ നമുക്ക് തന്നെ പറയേണ്ടി വരും. നമ്മള് ഒരു ഊഹം മാത്രമാണ്. ഇതൊരു കൊലപാതകമാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിക്കായിരിക്കും, അല്ലെങ്കിൽ അവര് സ്വയം തന്നെ ആത്മഹത്യ തിരഞ്ഞെടുത്തതായിരിക്കാം. പ്രദീപ് പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയോ
അതിനുശേഷം പ്രദീപ് ആത്മഹത്യ ചെയ്യോ ഒക്കെ ചെയ്തത്. നിലവിൽ പല സംശയങ്ങളും സാധ്യതകളും പ്രദീപ് അവിവാഹിതനാണ്. പക്ഷെ ഈ പെൺകുട്ടിയുടെ കുടുംബം മാത്രമാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല, ഇയാളെ കാണാനില്ല എന്ന രീതിക്ക് പരാതി കൊടുത്തു. പക്ഷെ ഈ കർണാടകയിലുള്ള ഒരു ബന്ധുക്കളും തന്നെ പ്രദീപിനെ കാണാനില്ല എന്ന തരത്തിൽ ഇതുവരെയും പരാതി അവർ നൽകിയിട്ടില്ല. അപ്പൊ അതിലൊക്കെ തന്നെ ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുള്ളൂ. വരും മണിക്കൂറുകൾ ഇതിന്റെ പല റിപ്പോർട്ടുകളും ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും വളരെ വലിയൊരു ദുരൂഹമായ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് കാസർഗോഡ് ഈ ഒരു രണ്ടുപേരും മൃതദേഹം കണ്ടെത്തിയ സംഭവം. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഇതൊരു തൂങ്ങി മരണമാണോ അതോ കൊലപാതകമാണോ? അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യക്തമാകൂ. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം എങ്കിൽ പോലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവർ ഈ ഒരു ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുക. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു വലിയൊരു ആശങ്ക തന്നെയാണ് അല്ലെ, പ്രത്യേകിച്ച് കുടുംബത്തിനെ സംബന്ധിച്ച്. പരീക്ഷ ആരംഭിക്കാൻ തൊട്ടു മുന്നെയാണ് പെൺകുട്ടിയെ കാണാതെ. 15-ാം തീയതി പെൺകുട്ടിയെ കാണാതാവുന്നു, 12-ാം തീയതി ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു. പിന്നീട് ഈ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. അപ്പൊ നമ്മളെ വീട്ടിലുള്ള കുട്ടി, അതായത് അല്ല, ഇതിനൊരു ഒളിച്ചോട്ടം എന്ന രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഒളിച്ചോടാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ വീട്ടിൽ നിന്ന് പൈസ പോവുകയോ അതല്ലെന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ കുട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെയാണ്, അത് വീടിനുള്ളിൽ ധരിക്കുന്ന ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഈ മൊബൈൽ ഫോണുമായിട്ടാണ് പെൺകുട്ടി ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു അതായത് ഒരു രാവിലെ ഒരു 3 മണിയോടെ ആയിരിക്കും, 3-3:30 മണിയോടെ ആയിരിക്കും കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയത് എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം. ഈ പെൺകുട്ടി മേ ബി പുറത്തേക്ക് സംസാരിക്കാനായിട്ട് പുറത്തു പോയത് മറ്റാരെങ്കിലും കണ്ടിരിക്കാം, ഇവരെ ആരെങ്കിലും പിന്തുടർന്നിരിക്കാം. ചിലപ്പോ കേസിൽ ആരെങ്കിലും വഴിതെറ്റിക്കാനായിട്ട് ഈ പ്രദീപിന്റെ ഫോൺ ഉപയോഗിച്ച് ഇത്തരം ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തതായിരിക്കാം. അങ്ങനെ പല ദുരൂഹതകൾ നമുക്ക് ഇതിൽ നിലനിൽക്കുകയാണ്. കാരണം പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഇവരെ ആ ഒരു മിസ്സിംഗ് ആയ ടൈമിൽ തന്നെ ബന്ധുക്കൾക്ക് പ്രദീപിന്റെ ഫോണിൽ നിന്ന് 90-ലധികം ചിത്രങ്ങൾ അയച്ചു നൽകിയത്? ബന്ധുക്കൾക്കും അറിയില്ല എന്തിനാണ് ഇത്തരം ചിത്രങ്ങൾ അയച്ചു നൽകിയത്. ഇവർ തമ്മിൽ ഒരു സഹോദര ബന്ധമാണ് എന്നൊക്കെ ആദ്യം പരാതിയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ രീതിയിൽ പല റിപ്പോർട്ടുകളും വന്നിരുന്നു. പക്ഷെ അങ്ങനെ അത് ചോദ്യം ചെയ്തപ്പോ സഹോദര ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അത് ഫോണിലൂടെ ഇവർ ബന്ധം തുടർന്നിരുന്നു, പരസ്പരം വിളിക്കുമായിരുന്നു, പരസ്പരം ചിത്രങ്ങൾ അയക്കുമായിരുന്നു. 1 വർഷം മുമ്പ് ഇവരുടെ ബന്ധത്തെ പറ്റി ചൈൽഡ് ലൈനിന് പരാതി പോയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നാണ് ഈ സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞ് കേസ് ഒഴിവായി പോയത്. പക്ഷെ ഈ വാദത്തെ തന്നെ വീട്ടുകാരും പിന്തുണച്ചിരുന്നു. രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, വീട്ടുകാരെ തമ്മിൽ അടുപ്പമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിശ്വസിച്ചിരുന്നതാണ് അതിനർത്ഥം. ഒരിക്കലും മകളുമായിട്ട് അങ്ങനെ ഒരു ബന്ധം തുടരില്ല എന്നൊക്കെ തന്നെയാണ് വീട്ടുകാരും ധരിച്ചിരുന്നത്. പക്ഷെ ഇതിനെയൊക്കെ എല്ലാം കടത്തിവെട്ടി ഇവർക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന രീതിക്കുള്ള തെളിവുകളൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമുക്ക് മുന്നിൽ വലിയൊരു ഒരു പാഠം തന്നെയാണ്. കാരണം ഓരോ സംഭവങ്ങളും നമ്മളെ ചുറ്റും ഉണ്ടാകുന്നത് നമ്മൾക്ക് ഒരു മുൻകരുതൽ എടുക്കാനുള്ള. ഇപ്പൊ വീട്ടിലിപ്പോ ആർക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്താൽ, ഇപ്പോ സ്വന്തം അച്ഛൻ പോലും മകളെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് ഇത് എങ്കിൽ പോലും ഒരു അന്യനായ ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ഉള്ള വീട്ടിലുള്ള ഒരു ലിമിറ്റ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക അല്ലെ. അതിന്റെ ഒരു ലിമിറ്റ് വെക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറച്ചുകൂടി ഒന്ന്, ആൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. ആ പെൺകുട്ടിയെ നീ സഹോദരിയായിട്ട് കാണുക, അല്ലെങ്കിൽ മോശമായിട്ട് കാണരുത്. ഒരു പെൺകുട്ടിയെ ബഹുമാനിക്കുക, ആൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് പെൺകുട്ടികളെ നമ്മളൊന്ന് ഇതിവിടെ ഇപ്പൊ ബഹുമാനത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനാണ് സഹോദരിയാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് തന്നെയാണ് പല ബന്ധങ്ങളും ഉടലെടുക്കുന്നത്. ഞാൻ ബഹുമാനത്തിന്റെ കാര്യം പറഞ്ഞത്, അതായത് ഇപ്പോ നമ്മള് പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ പെൺകുട്ടികളെ നമ്മൾ സുരക്ഷിതരാക്കി വെച്ചിരിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്താഗതിക്കാർ പറയും, അതെന്താ പെൺകുട്ടികളെ മാത്രം സേഫ് ആക്കിയാൽ മതിയോ, പെൺകുട്ടികളെ മാത്രം ഒതുക്കിയാൽ മതിയോ, ആൺകുട്ടികളെ പറഞ്ഞു പഠിക്കേണ്ടേ, അവര് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു പഠിപ്പിക്കണ്ടേ എന്നൊരു ചോദ്യം ഉയരും. അതുകൊണ്ട് അല്ലല്ല, ഇപ്പോഴത്തെ കാലത്ത് ഒരു ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു വില എന്താണ്, അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ ആ ഒരു ആഴം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ജനറേഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് 34-കാരിയായ ഒരു യുവതി 14-കാരൻ, അതായത് സ്വന്തം മകന്റെ കൂട്ടുകാരനായ 14-കാരനുമൊപ്പം ഒളിച്ചോടിപ്പോയത്. അപ്പൊ ആ ഒരു നമുക്ക് ഇത്രയും ഒരു ഏജ് ഡിഫറൻസ് വരുമ്പോൾ നമ്മുടെയൊക്കെ ഉണ്ടാകുന്നത് ഒരു സഹോദരിയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം, ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ പോരുന്നത്. പക്ഷെ ഇപ്പൊ അതിനെല്ലാം കടത്തിവെട്ടി മറ്റെന്തൊക്കെയോ തരത്തിലൊക്കെയാണ് ആളുകൾക്ക് മുന്നിൽ ഇപ്പൊ ആ ഒരു സ്നേഹത്തിന് വഴിമാറിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സംഭവം ബേസ് ചെയ്ത് പറയുന്നതല്ല എങ്കിൽ പോലും ഷുഗർ ഡാഡി കൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പോ വരും. അതായത് തന്നെക്കാട്ടി മൂത്ത ആളെ
പാർട്ട്ണറായിട്ട് അക്സെപ്റ്റ്, അത് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ ഉണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നമ്മൾ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചിരിക്കും. എങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു അല്ലെ. അതെ, ഈ പണ്ടുള്ളവരൊക്കെ പറയും എന്നെ വിവാഹം കഴിച്ച ആൾക്ക് 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്, 12 വയസ്സിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ ഞാൻ അയാളെ കല്യാണം കഴിച്ചില്ല എന്നൊക്കെ പലരും പറയുമായിരിക്കും. ഓക്കെ, ശരിയാണ്, സമ്മതിച്ചു, വിവാഹത്തിൽ അക്കാര്യം ഓക്കെയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പോലും പലരും എന്തുകൊണ്ട് ഈ വളരെ ഏജ് കുറഞ്ഞവരെ തെരഞ്ഞെടുക്കുന്നു? ചിലപ്പോ എന്താ പറയാ, ഈ കാലഘട്ടത്തിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ പലതും നമുക്ക് ചിന്തിക്കേണ്ടി വരും. അത്തരം രീതിയിലേക്ക് അതമ്പതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ ഇപ്പോ ഈ പറയുന്ന 42-കാരൻ 15 വയസ്സ്, ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പൊ അതിനിടയ്ക്ക് കുട്ടിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോ ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് തിരുത്തി കൊടുക്കാനുള്ള പല അവസരങ്ങൾ വരും. പക്ഷെ അതിനെയൊക്കെ മിസ്യൂസ് ചെയ്ത് മറ്റു പലരും ഇതിൽ കടന്നു വരും. കൂടാതെ ഒരു ഒളിച്ചോട്ട കഥ തന്നെ ഇപ്പം ട്രെൻഡായി മാറിയിരുന്നു. അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് സഹോദരി ഒളിച്ചോടുകയാണ്. ആ പെൺകുട്ടിക്ക് 19 വയസ്സോ 21 വയസ്സോ ആണ്, എനിക്ക് കറക്റ്റ് ഏജ് എനിക്ക് ഓർമ്മയില്ല. അപ്പോ ആ കുട്ടി ലൈവ് ഇട്ടുകൊണ്ട് പറയാണ്, ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട്, എനിക്ക് ചേട്ടനില്ലാതെ പറ്റില്ല, അത് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പോവുകയാണ്, സാലറി കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ പോയി, പക്ഷെ അല്ല, എല്ലാരും വിചാരിച്ചിരുന്നത് ഒരു മാസം 1.5 മാസം ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ 2ന്റെ അന്ന് തന്നെ രണ്ടുപേരും 2 വഴിക്ക്. കാരണം ഈ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ വിൽക്കുന്നു, പിന്നെ എന്താ പറയാ കയ്യിലുള്ള ക്യാഷ് എല്ലാം തീരുന്നു, പിന്നീട് എന്താ പറയാ അവൻ അവളെ വേണ്ട എന്നുള്ള രീതിക്ക് തള്ളിക്കളയുന്നു. പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ വീട്ടുകാരെ ചൂലെടുത്ത് ആട്ടിപ്പയക്കുകയാണ്. ഇങ്ങനെ ഒരു മകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ തിരിച്ച് ആ പെൺകുട്ടി അടുത്ത ഭീഷണി മുഴക്കുകയാണ്, ഞാൻ മതം മാറും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. അപ്പൊ പല തരത്തില് ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ട ആ ഒരു വിലക്ക് മറ്റ് പല തലങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ജനറേഷൻ. ബന്ധങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല, അതെ, ഒരു വാല്യൂം ആരും കൽപ്പിക്കുന്നില്ല. ബന്ധങ്ങളുടെ വേര് തന്നെ അറ്റുപോകുന്നു. അതിന് കൊടുക്കുന്നത് മറ്റു പല രീതിയിലുമുള്ള ഒരു വ്യാഖ്യാനമാണ്. അത്തരത്തില് ഒരു ബന്ധമാണ് ഇപ്പം എന്താ പല കാര്യങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു 42 വയസ്സുകാരൻ ഒരു 15 വയസ്സുകാരിയോട് കാണിക്കേണ്ടത് ഒരു സഹോദരന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ ഒക്കെ ആ ഒരു സ്നേഹമാണ് അവരിൽ കാണിക്കാനുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് മറ്റു പലതുമാണ്. അപ്പോ എന്തായിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിന് ഇടയിൽ തന്നെ മറ്റാരുടെയെങ്കിലും കൈകടത്തൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് തീർച്ചയായിട്ടും ഒരു ചോദ്യം തന്നെയാണ്. പല ദുരൂഹതകളും ബാക്കിയാണ്. ഈ നടന്നത് ആത്മഹത്യയാണോ, അല്ലെങ്കിൽ ഈ ആത്മഹത്യ പ്രേരണയാണോ, കൊലപാതകമാണോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ തന്നെ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്.